നമസ്കാരം. കോട്ടയം ജില്ലയിൽ നമ്മുടെ സഞ്ചാരം തുടരുകയാണ്. നമ്മൾ കോട്ടയം ജില്ലയിൽ എത്തുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ ഏറ്റവും വലിയ കാർഷിക മേഖല എന്ന് പറയുന്നത് റബ്ബർ തന്നെയാണ്. റബ്ബർ കർഷകർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃപ്തരാണോ എന്നുള്ളതാണ് കോട്ടയത്തെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. റബ്ബർ കർഷകരുടെ മനസ്സിൽ എന്താണ് ഈ കുറി എന്ന് നമ്മൾ നോക്കുകയാണ്. വലിയ തോതിൽ ഇത് തന്നെയാണ്, റബ്ബർ തന്നെയാണ്. സർക്കാർ വലിയ പ്രഖ്യാപനം നടത്തുന്നല്ലാതെ കർഷകൻ അതുകൊണ്ട് ഒരു പ്രയോജനം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഈയിടെ 170 രൂപ ആയിരുന്നു താരിഫ് വില. അത് 200 രൂപ ആയിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ വന്നതിന്റെ പേരിൽ ഒരു പ്രഖ്യാപനം മാത്രമുള്ളതാണ് കർഷകന്റെ ഒരു വിശ്വാസം. ഇതുവരെയും കർഷകൻ അതിന്റെ പ്രയോജനം ഒന്നും കിട്ടിയിട്ടില്ല. ഈ പുറത്തുനിന്നുള്ള ആളുകൾ നോക്കുമ്പോഴേ റബ്ബർ കർഷകർക്ക് വലിയ പ്രതിസന്ധിയൊന്നുമില്ല, വലിയ പ്രയാസമൊന്നുമില്ല. കാലാവസ്ഥ അനുകൂലമാണ്, നഷ്ടം വരാൻ ഒരു സാധ്യതയില്ലെന്നാണ് കരുതുന്നത്. പള്ള വെട്ടുന്നതിനുള്ള കാശ് കിട്ടുന്നില്ലല്ലോ. പള്ള 3 പ്രാവശ്യം പള്ളി വെട്ടിയാലേ റബ്ബർ തോട്ടത്തിൽ കഴിയാൻ പറ്റുള്ളൂ. 3 പ്രാവശ്യം റബ്ബർ വെട്ടിന് പള്ള വെട്ടിന് എത്ര രൂപ മുടക്കണം? ആ കാശ് എനിക്ക് ഇതുവരെ പള്ള വെട്ടിന്റെ കാശ് കിട്ടിയിട്ടില്ല. പാലില്ല, പാല് കുറവ്. അതിന്റെ കൂടെ പാല് കുറവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികം മറ്റെന്തെങ്കിലും കാലാവസ്ഥ. പിന്നെ ഇപ്പൊ റബ്ബർ വെട്ടെന്ന് പറഞ്ഞ പ്രസ്ഥാനം നടക്കുന്നില്ല, എന്നൊന്നും മഴയില്ല. 250 രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടിയാൽ മാത്രമേ ഉടമസ്ഥന് എന്തെങ്കിലും പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതുപോലെ നടപ്പാക്കണം. അത് നടപ്പാക്കുന്നില്ല, പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. പുതിയ തലമുറയിൽപ്പെട്ട ഈ റബ്ബർ വെട്ടാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഒരു വീട്ടിലും പഴയ വെട്ടാറില്ലാതെ അവരുടെ മക്കളാരും ഈ ഫീൽഡിലേക്ക് വരുന്നത്. റബ്ബർ കർഷകരുടെ മനസ്സിലെ കാര്യം അതെങ്ങനെ വോട്ടാകാനാണ് ഒരു സാധ്യത? റബ്ബർ കർഷകൻ മാത്രം നോക്കിയാൽ ഇവിടെ വോട്ടുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ പ്രാവശ്യം പല സമരങ്ങളിലൊക്കെ ഈ അടുത്ത കാലത്തും തിരുവനന്തപുരത്ത് വെച്ച് RPSന്റെ കെയർ ഓഫിലൊരു പ്രകടനവും ഇതൊക്കെ നടത്തി. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ ഇപ്പോഴത്തെ ഭരണ ഗവൺമെൻറ് 250 രൂപ തറവലയാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത്. 250 രൂപ തറവലയാകുമെന്ന്. അത് സർക്കാർ വരുന്ന സമയത്ത് ഞങ്ങൾ വന്നാൽ ഇങ്ങനെയാകും പ്രകടന പത്രികയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും നടപ്പായില്ല. ഇപ്പോൾ 180 എന്നുള്ളത് 200 ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് അപ്ലോഡ് ചെയ്യാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. പഞ്ചായത്ത് ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ഒരു പ്രഖ്യാപനം നടത്തുന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ബലമായ വിശ്വാസവും. അല്ലെങ്കിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് RPS വഴിയായി ബില്ല് അപ്ലോഡ് ചെയ്ത് വരുന്നത് താരിഫ് വില. അതിപ്പം ഗവൺമെന്റ് നമുക്കത് ഇത് കിട്ടുന്നില്ല, ബില്ല് കൊടുക്കാൻ പോലും പറ്റുന്നില്ല. എന്താണ് ഇത്തവണ പഞ്ചായത്തിൽ എന്താണ് ഒരു അവസ്ഥ? പഞ്ചായത്തിലെ അവസ്ഥ എന്നാന്ന് വെച്ചാൽ UDFനാണ് മുൻതൂക്കം തോന്നുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങളും പിന്നെ ഇപ്പോഴത്തെ ഭരണത്തിന്റെ പ്രത്യേകതകളും. അപ്പൊ നമ്മുടെ യാത്ര മറ്റൊരിടത്തേക്ക് പോവുകയാണ്. റബ്ബർ കർഷകരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അത് അവസാനിച്ചിട്ടില്ല എന്ന് കോട്ടയത്ത് നിന്ന് ഉറക്കെ പറയാനാണ്.